എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. കാരമൽ ഐറിഷ് കോഫി കേക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാൻ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഫി പൗഡർ എടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. കൊക്കോയുടെ ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ടിൻ റെഡിയാക്കാം നമുക്ക്. ഇതിനായിട്ട് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ കൂടി പോവരുത്. ഒരു ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഇടുന്നുണ്ട്. അതിൻ്റെ പുറത്തും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. സൈഡിൽ ഞാൻ ബട്ടർ പേപ്പർ ഇടുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദമാവ് ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, തട്ടിക്കളഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഐറിഷ് കോഫി സിറപ്പ് റെഡിയാക്കാം. ഞാനൊരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ആൽക്കഹോളാണ്. ഞാനിവിടെ വിസ്കിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിസ്കിയോ റമ്മോ ബ്രാൻഡിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. നമ്മുടെ സിറപ്പ് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിസ്കി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ ബൗളെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വിസ്കി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. കോഫിയുടെ രുചിയാണ് നമ്മുടെ കേക്കിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ച് വയ്ക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് 4 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 4 മുട്ട ചേർത്താലും മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിൽ വരില്ല. ഞാൻ ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് പതഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ല് വരില്ല. പതയാതിരിക്കുമ്പോഴാണ് മുട്ടയുടെ സ്മെല്ലൊക്കെ നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് വരുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പതഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ പൊങ്ങി വരും. ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യാം. പഞ്ചസാര എല്ലാം ഒന്ന് അതിൽ കൂടെ അലിഞ്ഞ് വരട്ടെ. സൈഡിലുള്ളതെല്ലാം നമുക്കൊരു സ്പാച്ചില വെച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പയിൽ കൂടെ അരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം.
ചെറുതായിട്ട് ബീറ്റർ നമുക്ക് ഒന്നാമത്തെ സ്പീഡിൽ വെച്ച് വേണം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. സ്പീഡ് കൂട്ടി എടുക്കരുത്. മാവിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സ്പീഡ് കുറച്ച് വേണം ചെയ്യേണ്ടത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. നമുക്ക് എല്ലാ മാവും ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബീറ്റ് ചെയ്യുമ്പോൾ അത് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാ മാവും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ മാറ്റിയതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കണം നമ്മൾ സ്പാച്ചിൽ വെച്ച് ഇളക്കിയെടുക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് കറക്കിയെടുക്കരുത് മാവിട്ട് കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഇളക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനിഗർ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമുക്കൊന്ന് ബീറ്റ് സ്പാച്ചിൽ വെച്ച് ഇളക്കിയെടുക്കാം. വിനിഗർ ചേർക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു 20 പ്രാവശ്യം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പഴയ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പേ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടത് ചൂടായിരിക്കുകയാണ്. ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ടിൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് നേരം ഒന്ന് വെന്ത് കിട്ടട്ടെ. 40 മിനിറ്റിന് മുമ്പ് ഇത് ഇളക്കി നോക്കരുത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് താന്നു പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്ക് വെന്തോ നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് അടപ്പിൽ അത് കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ട്. അത് സാരമില്ല. നമുക്ക് മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇപ്പം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാൻ വയ്ക്കാം. ഇപ്പം തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും മുകൾ ഭാഗം കുറച്ച് നടുക്ക് വെച്ച് ഒന്ന് പൊങ്ങിയിരിക്കുകയാണ്. അതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിനുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫിയോണ വെബ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പ് ടോപ്പിംഗ് ക്രീമാണ്. 1 കിലോയുടെ ക്രീമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിതിൽ നിന്ന് 1 കപ്പ് ക്രീം എടുക്കാം. ബീറ്റർ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അതിനെ എത്രത്തോളം നല്ല പതയോ അപ്പോഴും നല്ല ക്രീം നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമുക്ക് ആദ്യം 1 മിനിറ്റ് നേരം ഒന്നാമത്തെ സ്പീഡിലോട്ടൊന്ന് പതപ്പിക്കാം. ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്പീഡിൽ ഒരു 30 സെക്കൻഡ്, മൂന്നാമത്തെ സ്പീഡിലും ഒരു 30 സെക്കൻഡ്. അത് കഴിഞ്ഞ് ഹൈ സ്പീഡിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നമ്മൾ സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ അത് താഴെ വീഴാതിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. പാത്രം കമിഴ്ത്തി പിടിച്ചാലും അത് താഴോട്ട് വീഴില്ല. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സിറപ്പും കൂടി കുറച്ചുള്ളത് അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ലൂസായി പോവുകയൊന്നുമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനായിട്ട് നമ്മൾ കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നടുക്ക് ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഷേപ്പ് വരുത്തണം. ഇത് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഇത് വേണ്ട. ഇനി നമുക്കിതിനെ ഒന്ന് 3ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 സ്ഥലത്തും ഒന്ന് അളവ് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ഒരു നൂല് വെച്ചാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നല്ല ഷേപ്പിന് കിട്ടും. ഇപ്പോൾ ഞാൻ ആദ്യത്തെ പീസ് മാറ്റിയെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ ഐറിഷ് സിറപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ഐറിഷ് കോഫി സിറപ്പാണ്. 3 പീസിൽ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടേൺ ടേബിൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ക്രീം വെച്ചതിന് ശേഷം
നമുക്ക് ആദ്യത്തെ കേക്ക് ഭാഗം എടുത്ത് വയ്ക്കാം. അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീം ഏറ്റവും അടിയിൽ കുറച്ച് വയ്ക്കുന്നത്. ഇനി അതിൻ്റെ മറു സൈഡിൽ കൂടി നമുക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം കേക്കിൽ തൊടാതെ വേണം ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴും കേക്കിലോട്ട് ഇതിൻ്റെ ഒന്നും തൊടരുത്. എന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ക്രീമിലോട്ട് വരും. അടുത്ത ഭാഗം വെച്ച് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം. മറു സൈഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നന്നായിട്ട് ക്രീം തേച്ച് മൂന്നാമത്തെ ഭാഗവും നമുക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള സിറപ്പ് അത്രയും ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ക്രീം എല്ലാം നമുക്ക് ചേർത്ത് നല്ല ഷേപ്പ് ചെയ്ത് നമുക്കെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് 2 മണിക്കൂർ നേരം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഐറിഷ് കോഫിയുടെ ഗ്ലേസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. 2 മണിക്കൂർ നേരം നമ്മൾ ഫ്രീസറിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഗ്ലേസിങ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കോഫി പൗഡർ, കുറച്ച് ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 കപ്പ് വെള്ളം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ടയില്ലാതെ നമുക്ക് ആക്കിയെടുക്കണം. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കൈ മാറാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. കൈ മാറ്റരുത്. ഇത് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറി വരും. ഇപ്പം നമ്മുടെ ഗ്ലേസിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തണുക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് വിസ്കി കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് നമുക്ക് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ്, ചെറു ചൂടോടുകൂടി തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചിട്ട് നമുക്ക് അതിനൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ അങ്ങ് ഒഴുകി വീണോളും. ഇപ്പം നമ്മുടെ ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.